എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. മഹാറാണി ഗ്രൂപ്പിന്റെ 33ാം വാർഷികാഘോഷത്തിന്റെ സന്തോഷവേളയിൽ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ നീണ്ടുനിൽക്കുന്ന ഓഫറുകൾ. വനം വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി PV അൻവർ MLA. വനം മന്ത്രിയെ വേദിയിൽ ഇരുത്തിയാണ് ഉദ്യോഗസ്ഥരുടെ നടപടിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയ ബാക്കിലേക്ക് നമ്മളല്ല കോഴിക്കോട്ടങ്ങാടിയിൽ ഇരിക്കുന്ന പോലെയാണ്. കരുളായിയൊക്കെ പോയി ഞാൻ അന്തപ്പെട്ട വരുന്നത്. ആകെ കെട്ടിടാണ്, മനസ്സിലായില്ലേ? ഇവിടെ ഈ മരം മുറിക്കുന്നതിന് ഇരിക്കുന്ന അജ്മലടക്കം NCPയുടെ നേതാക്കന്മാർ ഇവിടെ സമരം നടത്തിയതാ അല്ലേ? നിങ്ങൾ സമരത്തില്ലേ? ഭരണകക്ഷി, മന്ത്രിയുടെ പാർട്ടി, ഇടതുപക്ഷം വല്ലതും നടന്നോ? തൊട്ടപ്പുറത്ത് കെട്ടിടം കിടക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിയ കെട്ടിടങ്ങളല്ല. ഇവിടെ നിലവിലുള്ള ഫ്ലൈയിങ് സ്ക്വാഡ്, ഇവിടെയുള്ള നിലവിലുള്ള റേഞ്ച് ഓഫീസ് അതവിടെ ഉണ്ട്. ഒരു കുഴപ്പമില്ല. പത്രക്കാരൻ പോകും, നോക്കണം, നിങ്ങൾ നോക്കണം. അതുകൊണ്ട് നിങ്ങളോട് ദയവായി ഇരിക്കണം എന്ന് ഞാൻ പറഞ്ഞതാ. നിങ്ങൾ വന്നത് എനിക്കറിയാം, അത് നമുക്ക് പിന്നെ പറയാം. അപ്പോൾ നിങ്ങൾ നോക്കണം. ഇത്രയും ജനങ്ങൾ കഷ്ടപ്പെടുന്ന വന്യജീവി വിഷയമുള്ള ഈ പ്രദേശത്ത് ഈ വിഷയത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. ഹാങ്ങിങ് ഫെൻസിങ് ഉണ്ടായോ? ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ വെൽഫെയർ വേണം, യാതൊരു തർക്കവും കാര്യത്തിലില്ല, ഒരു തർക്കവുമില്ല. അതിൻ്റെ പേരിൽ ആഡംബരമാവരുത്. എന്നാൽ ഈ റേഞ്ച് ഓഫീസ് പുതിയത് പണിയുമ്പം അതവർക്ക് അക്കോമഡേഷൻ കൊടുത്താൽ മതി. വീണ്ടും ഒരു റെസ്റ്റ് റൂം പണിയേണ്ട കാര്യമില്ല. ഉണ്ടോ? ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ ഇതിന് തന്നെ പൈസ ഇല്ല, ഒപ്പിക്കുകയാണ്. അപ്പൊ ഇതെന്താ രീതി? ഈ രീതി ഒരിക്കലും ശരിയല്ല. ഗവൺമെന്റ് ഇടപെടേണ്ട വിഷയമാണ്. ഈ ഗവൺമെന്റിന് അധികാരത്തിലെത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാർട്ടി ഇടപെടേണ്ട വിഷയമാണ്. ഈ 10-60 നിയോജക മണ്ഡലങ്ങളിൽ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ വനം വന്യജീവി വിഷയം അതിനെ ഈ ഗവൺമെന്റിന് കൃത്യമായി അഡ്രസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഒരു 10-20% വോട്ട് പോയിട്ടുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന, അനുഭവത്തിനടിത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയം. കാട്ടിൽ കയറി ആന ചവിട്ടിക്കൊന്നാൽ ഒരു ന്യായം വേണമെങ്കിൽ അംഗീകരിച്ചു കൊടുക്കാം. നാട്ടിലിറങ്ങി ആന ചവിട്ടിക്കൊന്നാൽ ആരുടെ ഉത്തരവാദിത്തം? ആരുടെ ഉത്തരവാദിത്തം? ഈ മണ്ഡലത്തിന്റെ പല സ്ഥലങ്ങളിലും 7 മണി കഴിഞ്ഞ അങ്ങാടികൾ അടക്കുന്നുണ്ടല്ലേ? എന്താ ബൈക്കിൽ പോകാൻ പറ്റില്ല? ഇപ്പൊ 1.5 മാസം മുമ്പ് പൂക്കോട്ടും ഇവിടെ മുത്തടത്ത് രാവിലെ 60 പോകുന്നൊരു കുട്ടി പന്നിയിടിച്ച് തലപൊട്ടി മരിച്ചില്ലേ? പോകാൻ സാധിക്കുന്നുണ്ടോ? പാമ്പ് പോട്ടെ, പിന്നെ എല്ലായിടത്തും ഉണ്ടാവുകയായിരിക്കുക. അത് നിവർത്തിക്കുക. ഇപ്പൊ കാര്യമായിട്ട് ആറാട്ടിൽ അങ്ങനെ ഒരു ഉപകാരം ചെയ്തിട്ടുണ്ട്, നല്ല കാര്യം, ഒരു തർക്കവുമില്ല. ഈ പൈസ മുഴുവൻ ചെലവാക്കിയപ്പോ, ഈ ഫെൻസിംഗ് ഒന്നും ചെയ്യാത്തപ്പോ അറ്റ്ലീസ്റ്റ് ഈ ആറാട്ടി അവർക്ക് കുറച്ച് വാഹന സൗകര്യം, അവർക്ക് കുറച്ച് എക്യുപ്മെന്റ്സ് എന്തേ തോന്നാത്തത്? ഇവിടെ എത്തി വനം വന്യജീവി കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ മനസ്സ് വന്യജീവിയേക്കാളും അപ്പുറമായിട്ടുണ്ട്. ചടങ്ങിൽ അധ്യക്ഷ പ്രസംഗം നടത്തുമ്പോഴാണ് കടുത്ത വിമർശനം ഉയർത്തിയത്. വന്യജീവികളുടെ മനസ്സിനേക്കാൾ മോശം മനസ്സുള്ളവരാണ് ചില വനപാലകർ എന്ന് MLA തുറന്നടിച്ചു. വന്യജീവികൾ, കാട്ടാനകൾ ഉൾപ്പെടെ നിലമ്പൂർ ടൗണിലേക്ക് എത്തുമ്പോഴാണ് വന്യജീവി സംരക്ഷണത്തിന് മുടക്കുന്നതിനേക്കാൾ തുക കെട്ടിട നിർമ്മാണത്തിനായി ചെലവഴിച്ചത്.
വനത്തിന്റെ ആവാസ വ്യവസ്ഥ നിലനിർത്താൻ വനപാലകർക്കായി കോടികൾ മുടക്കി കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ട് കാര്യമില്ല. വന്യജീവികൾക്ക് വെള്ളം കുടിക്കാൻ ജനവാസ കേന്ദ്രത്തോട് ചേർന്നാണ് കുളങ്ങൾ കുഴിക്കുന്നത്. നിലമ്പൂരിൽ വനം വകുപ്പിന്റെ നിരവധി കെട്ടിടങ്ങൾ സംരക്ഷണമില്ലാതെ നശിക്കുമ്പോഴാണ് കോടികൾ ചെലവഴിച്ച് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്. മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ ഇവർക്ക് ജനങ്ങളുടെ കൈകൊണ്ട് അടി കിട്ടുമായിരുന്നു. കുളം കുത്തുന്നില്ലല്ലോ. ഇപ്പൊ 6 മാസം മുമ്പ് പോത്തുകൽ പഞ്ചായത്തിൽ നല്ല കുളത്തിന്റെ പണി നടക്കുക. എന്തിന്? ആവാസ വ്യവസ്ഥ ശരിയാക്കാൻ. എവിടെ അറിയോ? ജനങ്ങൾ തെങ്ങിപ്പാറുന്നത് 300 മീറ്റർ അപ്പുറത്ത്. എന്താ ശരി? വെള്ളം കുടിക്കാൻ എല്ലാവരും വന്നോട്ടെ. നാട്ടിലേക്ക് ജനങ്ങളെ നോക്കണം. നിങ്ങൾ ഇവരുടെ തൂർക്കാൻ പറഞ്ഞാണത്. കാട്ടിന്റെ അകത്ത് മൃഗങ്ങളെ അങ്ങോട്ട് ആകർഷിക്കാൻ വെള്ളം കൊടുക്കേണ്ടതിന് പകരം അങ്ങാടിയുടെ വക്കത്ത് കൊടുത്തിട്ട് കുളം കുത്തുക. ഇതെന്താ രീതി? ഞാനിപ്പോൾ ഇതിങ്ങനെ ഞാനിത് പറയാൻ ഈ നിയമസഭാ സമ്മേളനത്തിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളാണ്. പല ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഈ നിയമസഭയിൽ പ്രസംഗിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയിലോട്ട് പറയാം. മനസ്സിലായോ? കാരണം ഇനി പറയാനുള്ള കാര്യങ്ങളൊക്കെ അഡ്വാൻസായി പറഞ്ഞു പോവാണ്. ഇതാണ് രീതി. ഈ രീതി ശരിയല്ല. ഇപ്പൊ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു ഇവിടുത്തെ പ്രശ്നങ്ങൾ ഉദ്യോഗസ്ഥർ അടിയന്തരമായി MLA യും പഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡന്റുമായി തീർക്കണമെന്ന രീതിയിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഒരു കാര്യം മറന്നുപോയതാണ്. ഇവിടെ ഞാൻ ഈ പറഞ്ഞ മറ്റേ ചങ്ങാതി ഉണ്ടല്ലോ, ബോഡി കിടത്താൻ അനുവദിക്കാത്തവരുണ്ട്. 2.5 കോടി രൂപ ഈ ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി ഈ ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങി. 2020 തോന്നുന്നു. അതാണ് 21 അറിയില്ല. ഈ ചങ്ങാതിയുള്ള സമയത്ത് തന്നെ ഒരു പ്രപ്പോസൽ കൊടുത്തില്ല. പലതവണ ഓഫീസിൽ നിന്ന് സ്റ്റാഫ് പോയി കണ്ടു. ഞാൻ പലതവണ വിളിച്ചു. എന്താ പറയുക, ഇവർക്കൊരു മൊത്തം പ്രപ്പോസൽ ഉണ്ട് സ്റ്റേറ്റിൻ്റെ. ആ പ്രപ്പോസലുകൾ വന്നിട്ടില്ല. ആ 2.5 കോടി രൂപ ലാപ്സായി പോയി. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഓർമ്മയുണ്ട്. ഓഫീസിൽ പോയി ഞാൻ വെള്ളം ഉണ്ടാക്കി. വനത്തിനുള്ളിൽ കുളങ്ങൾ കുഴിച്ചും മുളകൾ വെച്ചു പിടിപ്പിച്ചും കാട്ടിനുള്ളിൽ വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ കഴിയും. എന്നാൽ ഇതിനൊന്നും വനം വകുപ്പിന്റെ കയ്യിൽ പണമില്ല. കോടികൾ ചെലവഴിച്ച് കെട്ടിടം നിർമ്മിക്കാൻ പണമുണ്ട്. മരണപ്പെട്ട വനപാലകന്റെ മൃതദേഹം വനം ഡിവിഷന്റെ ഓഫീസ് പരിസരത്ത് വെക്കാൻ പോലും മടിച്ച DFOക്കെതിരെ എന്ത് നടപടി എടുത്തുവെന്നും അൻവർ വേദിയിലുണ്ടായിരുന്ന വനമന്ത്രി AK ശശീന്ദ്രനോട് ചോദിച്ചുവെങ്കിലും മന്ത്രി മൗനം പാലിച്ചു. പുലി കടിച്ച് കഴിക്കുന്നത് ഒന്നില്ലെങ്കിൽ വിശന്നിട്ടാണ്, അല്ലെങ്കിൽ ഭയപ്പെട്ടിട്ടാണ്. എന്തൊക്കെ സംഭവം നമ്മുടെ ഇവിടെ ഉണ്ടായി. ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടിട്ട് ഇവിടെ ആ സഹോദരന്റെ ശവം പൊതുപ്രദർശനത്തിൽ വെക്കാൻ ഡിവിഷണൽ ഓഫീസിൽ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഒരു DFO. ഇവിടെ നടപടി ഉണ്ടായ ബഹുമാനപ്പെട്ട മന്ത്രി. പിന്നെ മറ്റുള്ള ഉദ്യോഗസ്ഥർ ബഹളം വെച്ചിട്ടാ. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇവിടെ മനസ്സെവിടെ എത്തി. പകൽ ഈ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടാൽ സഹ ഉദ്യോഗസ്ഥർക്ക് ഒരു റീത്ത് സമർപ്പിക്കാൻ ഈ പറയുന്ന ബഹുമാനപ്പെട്ട ഡിവിഷണൽ ഓഫീസിന്റെ മുറ്റത്ത് വരാന്തയിൽ സമ്മതിച്ചോ? ആന ചവിട്ടി കൊണ്ട് ഒരാൾ ചെന്നു ഈ ചങ്ങാതിയുടെ അടുത്ത്. ഈ പറഞ്ഞ ഇപ്പം ഇരിക്കുന്ന DFOമാരല്ല കേട്ടോ, അത് തെറ്റിദ്ധരിക്കണ്ട. ഈ 2 പേരും വളരെ നന്നായിട്ട് അല്ലെങ്കിലും മോശമില്ലാത്ത രീതിയിൽ പൊതുവിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട്. മന്ത്രി എന്താ സൂചിപ്പിച്ചത്? ജനങ്ങളുമായി നിങ്ങൾ ബന്ധപ്പെടണം. ഇപ്പം ഇരിക്കുന്നവർ കുഴപ്പമില്ല. ആ ചങ്ങാതി ആളുകൾ പോയി ഈ ആനശല്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ചോദിച്ച ചോദ്യം എന്താ? നിങ്ങൾക്ക് 10 ലക്ഷം കിട്ടുന്നില്ലേ? ഞാൻ തന്നെ അപ്പച്ചവിട്ടുവാന്. ഒരു മനുഷ്യന് വില കൽപ്പിക്കുന്നത് 10 ലക്ഷം. അത് കിട്ടുന്നില്ല. പിന്നെ എന്താ അവിടെ വന്ന് ബഹളം വെക്കുന്നത്? എവിടെ എത്തി? നിലമ്പൂരിലെ വനപാലകർക്ക് നിലവിൽ ഒരു പണിയുമില്ല. നോർത്ത് സൗത്ത് ഡിവിഷനുകളിൽ ഈ വർഷം ഓരോ മരമുറി കേസുകൾ മാത്രമാണുള്ളത്. ഇത് 2003, 2004 500-ലേറെയായിരുന്നു. ഈ കണ്ടു കാണപ്പെട്ട ആഫീസുകൾ എന്തിനാ? എന്തവർക്ക് പണി? പണ്ട് ഫോറസ്റ്റിൽ അത്യാവശ്യം പണി ഉണ്ടായിരുന്നു. മന്ത്രി സ്ഥിരമായിട്ട് മരം മുറിക്കലും കളവൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ സൗത്തിൽ എത്ര കേസുണ്ട് കഴിഞ്ഞ വർഷം മരം മുറിച്ചത്? ഒരു കേസ്. മനസ്സിലായോ? നോർത്ത് DFO
എത്ര കേസ് മരം മുറിച്ചു? ഒരു കേസ്. അല്ലല്ല, കുറഞ്ഞു വന്നു. മനുഷ്യര് ഇവരുമായി അഡ്ജസ്റ്റ് ചെയ്തു, ഇവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ ഒരു 5-8 വർഷം മുമ്പത്തേക്ക് കണക്കെടുക്കണം. കെ സുധാകരൻ മന്ത്രിയാകുന്ന കാലത്ത് 500 ചില്ലാനം കേസാണ് ഞങ്ങൾ ഒരുമിച്ച് സെറ്റിൽ ചെയ്തത്. ഇവിടെ മാസത്തിലുണ്ടാവുമായിരുന്നു. അന്നത്തെ സ്ഥിതി അറിയാം നിങ്ങൾ. കേസിടും. ഇപ്പം നമ്മൾ ഈ കളവ് കേസിൽ സ്ഥിരമായിട്ട് കുറേ പ്രതികളുണ്ടാവും പോലീസ്. എവിടെ കളവ് നടന്നാലും സാധനം കിട്ടിയില്ലെങ്കിൽ അപ്പോൾ എഴുതി കൊടുക്കും ഓരോ പ്രതി എന്ന് പറഞ്ഞ പോലെ നാട്ടിൽ നിന്ന് ആര് മരം മുറിച്ചാലും മമ്പാടും വഴിക്കടവയും മൊണ്ടേരിയിലൊക്കെ ഉണ്ടായിരുന്ന സ്ഥിരം പ്രതികളുടെ ഓരോ പേരിലെഴുതും. ഈ സാധുക്കളൊക്കെ പല പണിക്കും പോയി ഏർപ്പാട് നിർത്തിയിട്ടുണ്ട്. പിന്നെയും വരുമ്പോൾ സമയം വരുമ്പോഴറിയാം. അപ്പം പിന്നെ കേസിന് പോകണമെങ്കിൽ പൈസ ഇല്ല. അപ്പം എന്താ ചെയ്യുക? വീണ്ടും മുറിക്കും കേസ് നടത്താൻ. ഇതന്നത്തെ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ഈ വിഷയങ്ങൾ മൊത്തം സെറ്റിൽ ചെയ്തത്. ഇന്ന് അങ്ങനെ ഒരു പണിയില്ല. ഇപ്പം ആ മുറിച്ച മരം തന്നെ ഇവരുടേതാണെന്നും ആ ഉടമസ്ഥൻ എൻ്റേതാണെന്നും പറയുന്ന ഭൂമിയിലെ വക്കത്തുനിന്ന് മുറിച്ചായിരിക്കും. ഫോറസ്റ്റിൽ ഒരിക്കലും ആവില്ല. ജനങ്ങൾ ഇന്ന് വനം വകുപ്പിനോട് എല്ലാ കാര്യത്തിലും സഹകരിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. എന്നാൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടാണ് നടത്തുന്നതെന്നും MLA പറഞ്ഞു. വന്യജീവി പ്രയാസം മൂലം കഷ്ടപ്പെടുന്ന കർഷകരെ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് താൻ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വേണ്ട പിന്തുണ ലഭിച്ചില്ലെന്നും അൻവർ പറഞ്ഞു. A+ വിഷൻ, നിലമ്പൂർ. പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ.